ഹായ്, റിയാലോ അക്കൗണ്ടിംഗ് പ്ലസിൽ ഒരു സപ്ലയറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം തന്നെ സപ്ലയർസിൽ പോവാം. ഇവിടെ നമുക്ക് ന്യൂ ക്ലിക്ക് ചെയ്യാം. ന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഒരു സപ്ലയറിൻ്റെ നെയിം ഇവിടെ അടിച്ചു കൊടുക്കാം. പേരടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അക്കൗണ്ട് ടൈപ്പ് സപ്ലയർ അക്കൗണ്ട് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇനി അവരെ വാറ്റ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വാറ്റ് നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അവരുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഈ ബിൽഡിംഗ് നമ്പർ, അഡ്രസ്സ് ഉണ്ട്, അഡ്രസ് ലൈന്, ലൊക്കേഷന്, ടെലിഫോൺ നമ്പർ, ഇമെയിൽ ID ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. സെയിൽസ്മാൻ്റെ ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ അതും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് ആ സപ്ലയറിന് എന്തെങ്കിലും ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് ഇവിടെ അടിച്ചു വെക്കാൻ പറ്റും. ഇനി അവർ ഫോട്ടോസ്, ഇമേജസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പഴയ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഡീറ്റെയിൽസിൽ പോയിട്ട് ഇവിടെ ഒരു റെഫറൻസ് നമ്പർ കൊടുക്കുക. എന്നിട്ട് എത്രയാണ് അമൗണ്ട് കൊടുക്കാനുള്ളത്, ഇപ്പോൾ ഒരു 50 രൂപ കൊടുക്കാനുള്ളത് ഉണ്ടെങ്കിൽ ആ അമൗണ്ട് അടിച്ചിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ആ ലെഡ്ജറും സേവായി, അവരെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള ലെഡ്ജർ സേവ് ആയിട്ടുണ്ടാവും. താങ്ക് യു.